അല്ല ബാബുട്ടാ, ഒരു ഡൗട്ട്. ഇപ്പൊ ഇവർക്ക് സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്താ ഭാഗം ഇതിന്റെ ഉണ്ടോ മാർക്കറ്റൊക്കെ? അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിട്ടല്ലേ? ഇവിടെ നമ്മുടെ വണ്ടി ഒന്നും പോവില്ല, അവരെന്നെ വരണം റിമോട്ടായിട്ട്. ഇവിടെ ഫുള്ള് ക്യാമറ ഉണ്ട്. അതുണ്ടാവൂലോ, അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമല്ലേ? ക്യാമറ അത്രയും ഡേഞ്ചർ. എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തുണ്ട്. ഇതല്ല, അതിന്റെ കഴിഞ്ഞിട്ട് കടലായി കിടക്കുന്നുണ്ട്. വാസ്കറിന് ഒരു 150 കിലോളം ചെങ്ങയ്യാണ്. പിന്നെ മജീക്ക നാളെ അതിൽ സ്രാവിന്റെ അണ്ടിയായിട്ട് മുറിച്ചും പറഞ്ഞു സാധനമുണ്ട്. അവരുടെ അവിടെ വണ്ടി ചെറിയ പെണ്ണില്ലേ, എന്തിനാണ്ട് വീണ് വെച്ചില്ലേ അപ്പുറത്ത് വണ്ണ് ഒരു പുരുഷാണല്ലോ. ഒരു ശൂലം ശൂലം കാശുള്ള കുഞ്ഞാലിക്ക. ഏത് ജപ്പാനീസ് ആണോ കണ്ടിട്ട്? ജപ്പാനീസാണെങ്കിൽ കാലിറങ്ങിയതോ. എന്തല്ലേ കടലില് മണ്ണിട്ട് കെട്ടിട്ടുണ്ടാക്കിയ പോലെ അംഗങ്ങളെ. അതെന്നെ പറഞ്ഞതേ. അതും ഇതൊക്കെ വരണത് 10 കൊല്ലം കൊണ്ടൊക്കെയാണ് ഇത്രയും വലിയ സംഭവങ്ങൾ വരണതേ. പക്ഷെ അത് ദുബായിക്ക് എല്ലാ ഗുണങ്ങളും ഉണ്ടെങ്കിലും പറയുന്നത് തൊഴിലാളികളുടെ ഒരു അവസ്ഥയാണ് ഇവിടുത്തെ. ഇങ്ങനത്തെ ജോലികളിലൊക്കെ വന്നുകൊണ്ട തൊഴിലാളികളില്ലേ, നരകമാണ് അവർക്ക്. അത് ബുർജ് ഖലീഫയുടെയാണ് പറഞ്ഞത്. ബുർജ് ഖലീഫയുടെ ചെലവ് എത്രയാണെന്നറിയോ? 6000 കോടി ഇന്ത്യൻ രൂപി. ബുർജ് ഖലീഫ ഫുള്ള് പണിയെടുക്കാൻ റെക്കോർഡ്സിലുള്ളത് അങ്ങനെയാണ്. 6000 കോടി ഇന്ത്യൻ രൂപി. 6000 കോടി ഇന്ത്യൻ രൂപി മീൻസ് 120. 5000 കോടി ഇന്ത്യൻ റുപ്പീസിന്റെ. പക്ഷെ സാഹചര്യത്തിൽ വ്യത്യാസമുണ്ട്. എന്താന്നറിയോ, നമ്മുടെ നാട്ടില് കൂലി കൂടുതലാ, ഇവിടെ അങ്ങനെയല്ലല്ലോ. നമ്മുടെ നാട്ടിലത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോ ഇവിടെ കൂലി കുറവാണല്ലോ. അതിന്റെ വർക്കിന്റെ ഫോട്ടോസ് നോക്കിയാൽ അപ്പുറത്ത് പണി നടക്കുമ്പോഴത്തെ ഫോട്ടോസ് ഇതില് കാണുന്ന ഈ പനി സാധനങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെ കുറച്ചുകൊണ്ടെന്ന് വെച്ചതാ. എന്ത് വളവും സാധനങ്ങളുടെയും പവറാണ് എന്റെ ഒരു എന്തായാലും ശരി മതിയിലോ. താങ്ക് യു. അങ്ങനെ സമ്പ്രദായം വന്നാൽ തന്നെ വെള്ളം പോയിട്ട് ഇതാക്കിയിട്ട് വെള്ളത്തിൽ ശരിക്കാനൊക്കെ ഏകദേശം ഇതുപോലൊക്കെ ഒരു രൂപം തന്നെയാണ്. ശോഭാ സെറ്റർ അവസ്ഥ ഇതുപോലൊക്കെ തന്നെയാണ് പോകട്ടെ. ടെൻ സ്പോർട്സ് അവരിത് ഇവിടേക്ക് ഉണ്ടോ? ഇവിടെയാണത്. അതാണ് ഈ വോയിസിന്റെ ഒക്കെ കാണുന്നത് അല്ലേ? ഒഫീഷ്യൽ ബ്രോഡ്കാസ്റ്റിംഗ്. ഇൻഫോടെക്, സോണി, മൈക്രോസോഫ്റ്റ്, കാനൺ. നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനത്തെ സ്ഥലം എവിടെയാണെന്നറിയോ? അവിടെ
ബാംഗ്ലൂര് ഇതേപോലെ തന്നെ. ഇവിടെ ഇപ്പൊ ഏതുവരെ മെട്രോ ഉണ്ട്? ഓ അന്ന് നിങ്ങൾ വന്നതാണല്ലോ അല്ലേ? മൈക്രോസോഫ്റ്റിന്റെ ഹെഡ് ഓഫീസ് ഇപ്പൊ ഇന്ത്യയിലാട്ടാ. അമേരിക്കൻ കമ്പനി ആണെങ്കിലും ശരി, അവർക്ക് വേര് പിടിച്ച് ഇന്ത്യയിലാ. ഡെല്ല്, സോണി, ഡൂഡു. ഓ അതിന്റെ പരസ്യം നോക്കിയ ഡൂഡു.com. ഞാൻ അത് പറഞ്ഞില്ലേ ചോദ്യത്തിനോട് പുതിയൊരു കമ്മ്യൂണിറ്റി സൈറ്റ് തുടങ്ങിയിട്ടെന്നൊക്കെ നോക്കി അവരുടെ ഇതായിരിക്കും. കണ്ടോ, ദീസ് ആർ അവർ ഓഫീസസ് വെർ സോഷ്യൽ കണക്ഷൻസ് സ്പ്രെഡ് ഓൾ ഓവർ ദ വേൾഡ്. ഡൂഡു.com മൾട്ടിലിംഗൽ. നമ്മളേത് പുള്ളി ആ ബിൽഡിംഗ് ഒക്കെ പിരിഞ്ഞേക്കണ്. ഒരു ബിൽഡിംഗുകാരെ പിടിച്ച് പിരിച്ച്. കണ്ട പിരിഞ്ഞ ബിൽഡിംഗ്. ഇനി ഇതാ തിരിയണ ബിൽഡിംഗ് വരാൻ പോണ ഇവിടെ. തിരിയണ ബിൽഡിംഗ് വരാൻ പോണ. ഞാൻ കണ്ടിട്ടില്ല. തിരിയണ ബിൽഡിംഗ് വരാൻ പോണു. ലോകത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ദുബായ്. പക്ഷെ ഒന്നുണ്ട് മോനെ, ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ട്. സമയമായിക്കണു. ആ ഇവിടെയാണ് ലാസ്റ്റ് അല്ലേ മെട്രോ? ഇവിടുന്ന് അങ്ങോട്ടുണ്ട് അല്ലേ? ഇവിടെ ഒക്കെ MR മമ്മൂക്കാന്റെ. മറ്റേ ഇത് ബുർജ് ഖലീഫ ഇപ്പൊ അബുദാബി ജയിക്കുന്നുണ്ടല്ലോ അല്ലേ? വിറ്റില്ലേ ബുർജ് ഖലീഫ? അബുദാബിയുടെ ബുർജ് ദുബായ് ആയിരുന്നു. ആദ്യം ബുർജ് ദുബായ് ആയിരുന്നു. മറീന വ്യൂ ടവർ. എന്തായാലും മിസ്റ്റർ ബാബുനെ പോലെ ഡ്രൈവറെ കിട്ടിയത് നമ്മുടെ ഭാഗ്യം. അല്ല ബാബുവിനെ പോലെ ഡ്രൈവർ, അത് മാത്രമല്ല ബാബുവിന് നമ്മുടെ മാനേജ്മെന്റിനുള്ള ആ ഒരു ഇൻഫ്ലുവൻസും അതും പറയണം. മൊത്തം സാറായാലും ഞാൻ അവിടെ അങ്ങോട്ട് ചക്കന്തമ്പിലെ റോഡൊക്കെ തൃശ്ശൂരല്ലേ ആവട്ടെ. 10-200 കൊല്ലം മുമ്പ് പണിയുന്ന റോഡ്. എവിടെ? കരിങ്കല്ല് കോൺക്രീറ്റ് അല്ലേ? ആ റോഡിനൊന്നും ഇപ്പോഴും ഒരു കേടുമില്ല. ഇതൊക്കെ മറ്റേ ഗ്രാനൈറ്റിന് യൂറോപ്യൻ റെസ്റ്റോറന്റ് ഒക്കെ പോകൂലേ? ഒപ്പേരെ വേണ്ട, ഞാൻ ഇറങ്ങിയ പോലെ.
കാശ് എത്രയാന്ന് പറയും. ഇതല്ല സാധാ റോഡാക്കുന്ന തപ്പിയല്ല ഒരു മലയാളിട്ടാ അവിടെ നിന്നാണ്. അതിന്റെ ഉള്ളിലൊന്നും കയറ്റില്ല. ഉള്ളിൽ കേട്ടിട്ട് പിന്നെ എന്താകും പുറത്തുനിന്നുണ്ട് ഇങ്ങനെ 25 വാങ്ങിച്ചിട്ടായല്ലേ ഷോപ്പിംഗ് മാള്. നിന്റെ അപ്പുറത്തെന്താ പണി നടക്കൊണ്ടു തോന്നുന്നു. അതിന്റെ എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള അതൊക്കെ കയറാനുള്ളതാണ്. ഹിൽട്ടൺ കാക്കാടത് മെയിൻ വ്യൂ കൊടുത്തിരിക്കണ്. ഹിൽട്ടൺ കാക്കാടത് പാം ദുബായ്. ആ പുതിയതാണ് പാം ദുബായ്. പാം ജുമേറയും ബാക്കിയുള്ളതൊക്കെ ഇപ്പൊ കണ്ട്. ഇത് JBR എന്ന് ഇതിന് പറയാം. ഇതിന് JBR എന്നാ പറയാം. JBR മൊത്തം. പുറത്ത് പോകേണ്ടത് കയ്യിലെ പോവാ ഫോണടിച്ച് പെട്ടെന്ന് പൊക്കുന്ന ഫോണടിച്ച് പണി മാറി കൊടുക്കും. എത്ര കോടികളുടെ ബിസിനസ് നടക്കുന്നത്. കുറെ പൊളിഞ്ഞിട്ടുണ്ട് അല്ലേ? കുറെ പൊളിഞ്ഞവരുണ്ട് എടുത്തിട്ട് കുറെ രക്ഷപ്പെട്ടു. ഇതൊക്കെ സെയിലായി പോണ്ടേ. പോവും മോനെ. ആർഭാട ജീവിതം ആഗ്രഹിക്കുന്ന ഒരു ഭൂമിയിലുള്ളിടത്തോളം നോക്കി പോകും. പക്ഷെ ഇവിടുത്തെ സ്ഥിതി അനുസരിച്ച് പണ്ടത്തെ പോലെയൊന്നുമില്ല. അത് വിചാരിച്ചിട്ടാണ് ഇവിടെ ആൾക്കാർ വീട്ടിൽ തുടങ്ങിയിട്ട്. കുറെ ആൾക്കാർ പൊളിഞ്ഞ് കൂട്ടിയിട്ടായി പോയി. കുറെ ആൾക്കാർ കുടിച്ച് സ്റ്റുഡിയോ 1. ശരിക്കും ഈ ഭാഗത്തിന് ശരിക്കും ഒരു ഫീൽ എന്താണെന്നറിയോ യൂറോപ്യൻ കൺട്രീസ് ഇല്ലേ, ലണ്ടൻ പോലെയുള്ള അവിടത്തേക്ക് വീഡിയോസിൽ അങ്ങനെ കണ്ടിരിക്കുന്നത്. റോഡിന് രണ്ട് സൈഡിലും അങ്ങനെ നിറയെ യൂറോപ്യൻസിനെ ആകർഷിക്കാനുള്ള ഒരു സെറ്റപ്പാണ് ഇത്. ഇവിടെ വിളിച്ചൊന്ന് ദമ്മാക്കി പോകണ്ട ഹോട്ടലിൽ. രാത്രിയാണ് ഇവിടെ രസം. ലൈറ്റും ഫുൾ ലൈറ്റിങ്ങില് ഒരു മഞ്ഞ വെളിച്ചം, മഞ്ഞ വെളിച്ചം. അതിനൊരു പ്രത്യേക ഒരു ഭംഗിയാണ്. അസ്തമയ നിലാവ് പോലെ അസ്തമയ നിലാവാ പോലെ അങ്ങനെ അത് ഇത് ആരിഷ് ഭായിയും സാറും കൂടിയിട്ട് മറ്റേ സാധ്യമ പോണ ഫോട്ടോ. ഞാൻ കണ്ടു. ഹരിശേട്ടനെ കണ്ടു. സാറും കൂടിയിട്ട് ഇങ്ങനെ പാടിച്ചു പോകും. ആരിഷ് ഭായി തകർത്തിട്ടാണ് സ്ഥലമൊക്കെ. ഹരീഷ് ഭായിക്ക് വേറെ ചിന്തയൊന്നും ഇല്ലേ? ഫോട്ടോ എടുക്കണ്ട. ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയൊന്നുമില്ല. 10,000 എടുത്തന്ന് വലിയ വ്യത്യാസം കിട്ടില്ല ഇവിടെ. ഹോട്ടലാണോ? ഉണ്ടല്ലേ. അതൊന്നും വേണ്ട. അങ്ങോട്ട് എടുക്കട. ഈ ബാക്ക്ഗ്രൗണ്ടും വൈറ്റ് നോക്കടാ. നടക്കാൻ ഇറങ്ങിക്കോ, ചാടിക്കോ. ഫ്രീ പാർക്കിംഗ് അല്ലേ ഇവിടെയൊക്കെ? അന്ന് പെണ്ണുങ്ങളെ ഷറോട്ടിനെ കൊടുത്തിരുന്നേ. കാല് അടിച്ചു ഡാൻസ് തന്നെ വീട് അടിച്ചിട്ട് ഒരാളില്ലേ? മറ്റേ 206 നിങ്ങളുടെ സ്വന്തം ടീം. അതെന്താണ് ആ കടലിന് നടക്കൊരു സംഭവം കാണുന്നത്? ആ കടലിലേക്ക് വിറ്റു നോക്കി. എണ്ണ എടുക്കണ സ്ഥലല്ലേ ഇവിടെ അതിന് എണ്ണ ഉണ്ടോ? ഇല്ലല്ലോ. അതെ വല്ല അബുദാബി അല്ല. ആരാ പോണത് പോകട്ട? മറീനല് വന്നതിന് തെളിവുണ്ടോ? ഫോട്ടോ എടുക്കും എന്തായാലും അല്ലേ? മറീനല് പോയി അറിയാലോ. ഹിൽട്ടന്റെ ആ ഭാഗത്ത് നിന്നിട്ട് എടുത്തിരുന്നല്ലോ. ഇങ്ങനെ ഒട്ടില്ല. നല്ല വെയിലാണ്. ഇത് കംപ്ലീറ്റ് ഫ്ലാറ്റ് അല്ലേ വഴി? പോരാണ്ടതിൽ നാടില്ലടാ. എന്തോ ആവട്ടെ, ആളുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം.